എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. 1-2 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മലയാള സിനിമകളിൽ പലപ്പോഴും നമ്മൾ കേട്ടിരുന്ന ഒരു ദൈവനാമമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. മുത്തപ്പൻ്റെ കഥയെക്കുറിച്ച് അറിയാത്തവർക്കൊരു സംശയം തോന്നിയിരിക്കാം, എന്തുകൊണ്ടാണ് സിനിമകളിലെ കഥാപാത്രങ്ങൾ വിഷമഘട്ടങ്ങളിൽ മുത്തപ്പനെ വിളിച്ച് സഹായം തേടുന്നതെന്ന്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഭാഗമായി തീർന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ എങ്ങനെയാണ് ഇത്രയധികം പ്രസിദ്ധമായത്? അതിൻ്റെ പിന്നിലെ ഐതിഹ്യവും വിശ്വാസങ്ങളും നമുക്കറിയാം. പറശ്ശിനിക്കടവ് മുത്തപ്പന് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളിൽ ചുട്ടെടുത്ത മീന്, കള്ള്, വേവിച്ച കടല, തേങ്ങാ കഷ്ണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മഹാവിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും ദിവ്യശക്തികൾ ഒരുമിച്ചുള്ള ദൈവസ്വരൂപമായാണ് മുത്തപ്പനെ ഭക്തർ വിശ്വസിക്കുന്നത്. അയ്യങ്കര നായർ വാഴിയുടെയും പതിക്കുട്ടിയുടെയും ദത്തുപുത്രനായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ച് ഉള്ള ഐതിഹ്യം പറയപ്പെടുന്നത്. ആ ദമ്പതികൾക്ക് ഏറെക്കാലം സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. അതിൽ ഇരുവരും ഏറെ ദുഃഖിതരായിരുന്നു. ശിവഭഗവാന്റെ ഭക്തയായിരുന്ന പതിക്കുട്ടി ഒരു കുഞ്ഞിനായി പ്രാർത്ഥിക്കുകയും പൂജകളും വഴിപാടുകളും നടത്തുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പതിക്കുട്ടി കുളിക്കാനായി നദീക്കരയിലെത്തിയപ്പോൾ അവിടെ ഒരു സുന്ദരനായ ശിശുവിനെ കണ്ടെത്തി. ആ കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തെ പാറ ഇന്നും പവിത്രമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ആ പാറയും വിശുദ്ധമായി ആരാധിക്കപ്പെടുന്നു. പതിക്കുട്ടി കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആ ദമ്പതികൾ സ്വന്തം മകനെ പോലെ ആ കുഞ്ഞിനെ വളർത്തി. കുട്ടിക്കാലം മുതൽ തന്നെ മുത്തപ്പന് വേട്ടയാടലിനോട് വലിയ താല്പര്യമായിരുന്നു. വില്ലും അമ്പും ഉപയോഗിച്ച് വേട്ടയാടി ലഭിക്കുന്ന മാംസവും മറ്റു വസ്തുക്കളും ആ കുട്ടി കാട്ടിൽ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്കും പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും നൽകുമായിരുന്നു. എന്നാൽ മുത്തപ്പൻ്റെ ഈ പ്രവൃത്തികൾ പിതാവായ അയ്യങ്കര നായർ വാഴിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം മകനെ ശാസിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ ബാലൻ തൻ്റെ യഥാർത്ഥ ദിവ്യ സ്വരൂപം മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തിയത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അതിരുകളില്ലാത്ത സർവശക്തനായ തൻ്റെ വിശ്വരൂപം ആ ബാലൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഭൂമിയിലെ തൻ്റെ അവതാര ലക്ഷ്യം പാവപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണെന്നും മുത്തപ്പൻ വെളിപ്പെടുത്തി. തൻ്റെ അവതാരധർമ്മം നിറവേറ്റുന്നതിനായി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുത്തപ്പന് മാതാപിതാക്കളെ വിട്ടുപോകുന്നതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. മുത്തപ്പൻ്റെ ദൃഷ്ടിയിൽ നിന്നും പുറപ്പെട്ട അഗ്നിശക്തിയിൽ വഴിയിലുണ്ടായിരുന്ന എല്ലാം കത്തിച്ചാമ്പലാകാൻ തുടങ്ങി. ഇത് കണ്ട് അമ്മയായ പതിക്കുട്ടി താൻ സൃഷ്ടിച്ച എല്ലാം നശിപ്പിക്കരുതെന്ന് മുത്തപ്പനോട് അപേക്ഷിച്ചു. അമ്മയുടെ വാക്കുകൾ അനുസരിച്ച മുത്തപ്പൻ ഇനിയും ഒന്നും തൻ്റെ ദൃഷ്ടിയാൽ ചുട്ടുകളയാതിരിക്കാനായി സ്വന്തം കണ്ണുകൾക്ക് തന്നെ പരിക്കേൽപ്പിച്ചു എന്നതാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് മുത്തപ്പൻ അന്ധനായി തീർന്നതെന്ന വിശ്വാസവും നിലനിൽക്കുന്നു. അങ്ങനെ യാത്ര തുടർന്ന മുത്തപ്പൻ ധാരാളം പനമരങ്ങളുള്ള കുന്നത്തൂരിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചാണ് കള്ളിനോടുള്ള മുത്തപ്പൻ്റെ ഇഷ്ടം ആരംഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അക്കാലത്ത് ചന്ദൻ എന്നൊരു കള്ളു ചെത്തുകാരൻ അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ കള്ള് ആരോ മോഷ്ടിച്ച് കുടിക്കുന്നതായി ചന്ദന് സംശയമുണ്ടായിരുന്നു. ഒരു രാത്രി ആരാണ് കള്ളു കുടിക്കുന്നതെന്ന് കണ്ടെത്താൻ ചന്ദൻ ഒളിച്ചിരുന്ന് കാത്തിരുന്നു. അപ്പോൾ ഒരു വൃദ്ധൻ പനമരത്തിൻ്റെ മുകളിൽ ഇരുന്ന് തൻ്റെ കള്ള് കുടിക്കുന്നത് ചന്ദൻ കണ്ടു. കോപാകുലനായ ചന്ദൻ വില്ലും അമ്പും എടുത്ത് ആ വൃദ്ധനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചന്ദൻ ബോധരഹിതനായി നിലത്തു വീണു. കുറച്ചു സമയത്തിന് ശേഷം ചന്ദൻ്റെ ഭാര്യ അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ എത്തി. ഭർത്താവ് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് അവൾ പനമരത്തിന് മുകളിൽ ഇരിക്കുന്ന ആ വൃദ്ധനെ വിളിച്ചു. അവൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ മുത്തപ്പ എന്ന് വിളിച്ചു. പ്രാദേശിക ഭാഷയിൽ മുത്തപ്പ എന്നത് മുത്തച്ഛൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. തുടർന്ന് ഭർത്താവിന് വേണ്ടി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്പസമയത്തിനകം ചന്ദന് ബോധം തിരികെ ലഭിച്ചു. അങ്ങനെയാണ് വിഷമഘട്ടങ്ങളിൽ മുത്തപ്പനെ വിളിച്ച് സഹായം തേടുന്ന വിശ്വാസം ജനങ്ങളിലുണ്ടായതെന്നാണ് ഐതിഹ്യം. കുന്നത്തൂരിൽ കുറച്ചു കാലം താമസിച്ച ശേഷം മുത്തപ്പൻ പറശ്ശിനിയിലേക്ക് യാത്ര തിരിച്ചു. കുന്നത്തൂരിൽ നിന്ന് മുത്തപ്പൻ തൻ്റെ അമ്പ് മുകളിലേക്ക് എയ്തു. ആ അമ്പ് ചെന്ന് വീണത് പറശ്ശിനിയിലായിരുന്നു. അമ്പ് വീണ ആ സ്ഥലത്താണ് പിന്നീട് പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഉയർന്നു വന്നത്. ഇന്നും ക്ഷേത്രത്തിലെ ആൾത്താരയിൽ ആ അമ്പ് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്നു മുതൽ മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വാഴുന്നുവെന്നാണ് ഭക്തരുടെ വിശ്വാസം. വളപട്ടണം പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധമായ ആരാധനകൾക്കും ആചാരങ്ങൾക്കും ഏറെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ എത്തി പ്രാർത്ഥിക്കാമെന്നത്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ദിവസേന ഇവിടെ എത്തുന്നു. ജാതി വ്യത്യാസങ്ങൾ
ഇല്ലാതാക്കുന്നതിൻ്റെ ഉദാഹരണമായി ചില പ്രത്യേക അവസരങ്ങളിൽ ബ്രാഹ്മണരും മാടയന്മാരും ഒരുമിച്ച് പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതായും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദങ്ങളിൽ ചായയും ചെറുപയറും ഉൾപ്പെടുന്നു. അതേസമയം മുത്തപ്പന് കള്ള്, കാട്ടുമാംസം, ചുട്ടെടുത്ത മീൻ തുടങ്ങിയവയും വഴിപാടായി സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രധാനമായും 2 ദൈവസ്വരൂപങ്ങൾ കാണാം. ഒന്ന് തിരുവപ്പന അഥവാ വെള്ളാട്ടം എന്നറിയപ്പെടുന്ന മുതിർന്ന മുത്തപ്പൻ്റെ രൂപമാണ്. ഇത് മഹാവിഷ്ണു ഭഗവാനെ പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു രൂപം ശിവഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. മഹാവിഷ്ണു ഭഗവാന്റെ രൂപത്തിന് മീനിൻ്റെ ആകൃതിയിലുള്ള കിരീടമാണുള്ളത്. ശിവഭഗവാന്റെ രൂപത്തിൽ പച്ച നിറത്തിലുള്ള കിരീടവും അതിനു മുകളിൽ അർദ്ധചന്ദ്രനും കാണാം. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് മുത്തപ്പൻ തെയ്യം. എല്ലാ ദിവസവും രാവിലെയാണ് പ്രധാനമായും 2 തെയ്യങ്ങൾ അരങ്ങേറുന്നത്. തിരുവപ്പനയും വെള്ളാട്ടവും. തുലാം, കർക്കിടകം എന്നീ മാസങ്ങളിലും പ്രത്യേക തെയ്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. മുത്തപ്പൻ്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നത്. മുത്തപ്പൻ്റെ ആഗ്രഹപ്രകാരം സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ പ്രധാനമായും തീയ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളോ മാടയന്മാരോ ആണ് നിർവഹിക്കുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്ര പരിസരത്ത് കാണുന്ന നിരവധി നായകൾ. മുത്തപ്പൻ്റെ അനുയായികളായും പ്രിയപ്പെട്ടവരായും നായകളെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെത്തുന്നവർ നായകളെ ഓടിച്ചു വിടുന്നത് മുത്തപ്പനോടുള്ള അനാദരവായി കണക്കാക്കപ്പെടുന്നു. നായകൾക്കും ഇവിടെ വഴിപാടുകളും ഭക്ഷണവും നൽകുന്ന പതിവുണ്ട്. ഇങ്ങനെ ഒരു ദേവതയെക്കുറിച്ചുള്ള ഐതിഹ്യം മാത്രമല്ല പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കഥ. പാവപ്പെട്ടവരെയും പിന്നാക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്ന, ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് മുത്തപ്പൻ. കേരളത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തെയ്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും അവിഭാജ്യ ഘടകമായി ഇന്നും മുത്തപ്പൻ നിലകൊള്ളുന്നു. കണ്ണൂരിലെത്തുമ്പോൾ തീർച്ചയായും സന്ദർശിക്കേണ്ട മനോഹരവും ആത്മീയവുമായ സ്ഥലങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഇനി മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.